ഇതാണ് മക്കളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചാൽ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോൽക്കാൻ സമ്മതിക്കില്ല, സമനിലയിൽ പിരിയാൻ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ഓൾഡ് ട്രാഫോർഡിലെ സ്വന്തം തട്ടകത്തിൽ ഒരിക്കലും സമനിലയിൽ പിരിയാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ തോൽവി അടങ്ങില്ല, അവസാന വിസിൽ വരെ പോരാടും. ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് DNA. അത് ഇന്ന് വ്യക്തമായിട്ട് കണ്ടു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3-2 ഫുൾഹാമിനെ തോൽപ്പിച്ചു, അതും ഓൾഡ് ട്രാഫോർഡിൽ വെച്ചിട്ട്. ഒരു വേള 2-0 ലീഡ് എടുത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 80 മിനിറ്റിന് ശേഷം 2 ഗോള് ഫുൾഹാം അടിച്ചിട്ട് 2-2 സമനില പിടിച്ചു. 9 മിനിറ്റ് എക്സ്ട്രാ ടൈം കിട്ടിയപ്പോൾ എക്സ്ട്രാ ടൈമിൽ ബെഞ്ചമിൻ സെസ്കോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി വിജയ ഗോൾ നേടി. അങ്ങനെ 3-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർഗ്യൂസന്റെ ടൈമിൽ എന്ന് പറഞ്ഞാൽ സർ അലക്സ് ഫെർഗ്യൂസന്റെ ടൈമിൽ, ഫെർഗ്യൂ എറ എന്നൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇഷ്ടപ്പെടുന്നവർ പറയും. ഫെർഗ്യൂ എറയിൽ എങ്ങനെയാണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ചത് അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തോൽക്കാൻ മനസ്സില്ല, ആ മെന്റാലിറ്റി, സമനില വഴങ്ങാൻ മനസ്സില്ല. ഓൾഡ് ട്രാഫോർഡിൽ വന്നിട്ട് തോൽക്കുകയോ സമനില വഴങ്ങുകയോ മനസ്സില്ലാത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവസാന നിമിഷങ്ങളിൽ ഗോൾ അടിച്ച് കളിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്, കളിയിൽ ജയിച്ചിട്ടുണ്ട്. അതേ ഒരു മെന്റാലിറ്റി തന്നെയാണ് ഇന്നും കാഴ്ചവെച്ചത്. മൈക്കിൾ കാരിക്കിന് കീഴിൽ തുടർച്ചയായി 3ാമത്തെ ജയം. ആദ്യം ഡെർബിയിൽ മാഞ്ചസ്റ്റർ സിറ്റിനെ മലർത്തിയടിച്ചു 2-0. പിന്നെ ആർസണലിന്റെ വീട്ടിൽ പോയിട്ട് എമിറേറ്റ്സിൽ പോയിട്ട് 3-2 തകർത്ത് വിട്ടു. പിന്നെ ഇതാ പിന്നെയും ഓൾഡ് ട്രാഫോർഡിൽ വന്നിട്ട് ഫുൾഹാമിനെതിരെ 3-2 ത്രസിപ്പിക്കുന്ന ജയം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫെർഗ്യൂ എറേനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കളിയാണ് ഇന്ന് കഴിഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പകുതിയിൽ കാസിമെറോയുടെ ഹെഡർ ഗോള്, ഹാഫ് ടൈം കഴിയുമ്പോൾ 1-0 യുണൈറ്റഡിന് മുന്നിൽ. സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മത്തിയാസ് കുനിഹ ഒരു ഗോൾ അടിച്ചിട്ട് 2-0 ലീഡായി. കംഫർട്ടബിൾ ലീഡായി. ആ സമയത്താണ് കാസിമെറോനെ പിൻവലിച്ചത്, നമ്മുടെ കാരിക്ക് പിൻവലിച്ചത്. കാസിമെറോയെ പിൻവലിച്ചപ്പോൾ ആ മിഡ്ഫീൽഡ് ഏരിയയിൽ വന്ന ശൂന്യതയാണ് ബാക്കിയുള്ള 2 ഗോളുകൾക്കും ഏതാണ്ട് ഒരു കാരണമായത്. കമന്റേറ്റേഴ്സ് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു, അത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. പോട്ടെ, പിന്നീട് കണ്ടത് 80 മിനിറ്റ് വരെ, അല്ലെ 82-83 മിനിറ്റ് വരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2-0 മുന്നിലാണ്. കംഫർട്ടബിൾ, ഒരു പേടിക്കാനില്ല. പക്ഷേ ടപ്പ ഒരു പെനാൽറ്റി കിട്ടുന്നു, ഫുൾഹാം അത് ഗോൾ അടിക്കുന്നു, മഗ്യൂറിന് യെല്ലോ കാർഡ്. പിന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ബ്രില്യൻ ഗോള് എന്ന് പറഞ്ഞാൽ അവിടെ ബ്ലോക്ക് ചെയ്യാൻ ആരും ഉണ്ടായില്ല. ഈവൻ കസിമറോ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങാനും അത് ബ്ലോക്ക് ചെയ്തിരുന്ന് എനിക്ക് തോന്നിപ്പോയി. അമ്മാതിരി അത്രയ്ക്ക് ആ പ്ലെയറിനെ ആ ഏരിയയിൽ ഫ്രീ ആയിട്ട് തട്ടിക്കളിക്കാൻ കൊടുത്തത് തെറ്റ്, ഡിഫെൻസീവ് എറർ. ആ പ്ലെയറിനെ, യങ് പ്ലെയറാണ്, ആ പ്ലെയറിനെ അത്രയും നേരം തട്ടിക്കളിക്കാൻ കൊടുത്തിട്ട് അദ്ദേഹം ആ പ്ലെയർ ഒരു എമണ്ടൻ ഷോട്ട് അടിച്ചു. അമ്മോ കിഡിലൻ, നല്ല ഗോളായിരുന്നത്. റിയലി അപ്രീഷിയേറ്റ്. പക്ഷേ 2-2 സമനില എന്ന് പറഞ്ഞാൽ ജയിക്കേണ്ട കളി കൊണ്ട് 2-2 സമനില എത്തിച്ചു. 9 മിനിറ്റ് അഡീഷണൽ ടൈമും കിട്ടി. 9 മിനിറ്റ് അഡീഷണൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അഡ്വാൻറ്റേജ് കൃത്യമായിട്ട് ഫുൾഹാമിനാണ്. എന്ന് പറഞ്ഞാൽ 2-0 പിന്നിൽ നിന്ന ഫുൾഹാം 2 ഗോൾ അടിച്ചിട്ട് സമനില പിടിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഫുൾഹാമിനെയാണ്. ഒരു വേള എനിക്ക് പോലും ഒരു വേള ഇതേ റൂബൻ അമോറമിൻ്റെ സമയത്ത് ലീഡ് ഉണ്ടായിട്ട്, ഒരു ഗോൾ ലീഡ് ഉണ്ടായിട്ട് അവർ സമനില അടിക്കുന്നു, പിന്നെ ഒരു ഗോൾ ജയിക്കും, ദൈവമേ ആ അവസ്ഥയിലേക്ക് പോവോ എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, അത് ബ്രൂണോയുടെ ബ്രില്യൻസ് ആണ്. ബ്രൂണോയുടെ ഒരു ഇൻക്രെഡിബിൾ ഒരു ഗെയിം പ്ലാൻ ആയിരുന്നത്. ബ്രൂണോ ബോൾ കൈക്കലാക്കുന്നു, അത് പിന്നെ തിരിച്ച് ബോക്സിൽ ഇട്ടെടുക്കുന്നു, ബോക്സിൽ ഷെഷ്കോ നിൽക്കുന്നു. ഞാൻ വെച്ച് ഷെഷ്കോ ഈ ഫൈനൽ ടച്ചിൽ ഷെഷ്കോ ഒരു നമ്മുടെ എംബോമേനെ അല്ലെങ്കിൽ ബാക്കിയുള്ള കളിക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ ഷെഷ്കോ പോരാ, സത്യം പറഞ്ഞാൽ പോരാ. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ ഷെഷ്കോ അത് അടിക്കുമെന്ന്. വേണമെങ്കിൽ ഫസ്റ്റ് ടച്ചിൽ ഷെഷ്കോനെ വേണമെങ്കിൽ അടിക്കാമായിരുന്നു. പക്ഷേ ഷെഷ്കോ അടിക്കാൻ പറ്റിയില്ല. ഷെഷ്കോ ഒരു ടച്ച് എടുത്തിട്ട് തിരിഞ്ഞ് അടിച്ചു, ഉള്ളി കയറി. ഇൻക്രെഡിബിൾ പെർഫോമൻസ്. ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്ന നിലയിൽ ഇൻക്രെഡിബിൾ പെർഫോമൻസ്, മനസ്സ് നിറയ്ക്കുന്ന ഒരു കളി തന്നെയായിരുന്നു. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പം എവിടെയാ 4ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. കാരണം ഇന്നലെ ചെൽസി ജയിച്ചു 3-2 വെസ്റ്റ് ഹാമിനെതിരെ. 2-0 പിന്നിൽ നിന്നിട്ട് 3 തിരിച്ചടിച്ച് ജയിച്ചു ചെൽസി. പിന്നെ ലിവർപൂൾ 4-1 ആൻഫീൽഡിൽ ന്യൂകാസിലിന് തോൽപ്പിച്ചു. അങ്ങനെയൊക്കെ വന്നപ്പോൾ യുണൈറ്റഡിനെ ജയിക്കാൻ നിവൃത്തിയില്ല. യുണൈറ്റഡ് ജയിച്ചിട്ട് ഇപ്പോൾ 4ാം സ്ഥാനത്തെത്തി. പക്ഷേ ആസ്റ്റൺ വില്ല 1-0 ബ്രെൻഫോർഡിനോട് തോറ്റു. അതും ആസ്റ്റൺ വില്ലയുടെ ഹോം ഗെയിമാണെന്ന് ആലോചിക്കണം. ആസ്റ്റൺ വില്ലയുടെ ഹോം ഗെയിമിൽ ബ്രെൻഫോർഡ് ഓൾറെഡി ഒരാൾ റെഡ് കാർഡ് കണ്ടിട്ട് 10 പേരായി ചുരുങ്ങിയിട്ട് പോലും 1-0 ആസ്റ്റൺ വില്ല പാർക്കിൽ തോറ്റു. ഉനായ് എമറിയുടെ ആസ്റ്റൺ വില്ല തോറ്റു. 3ാം സ്ഥാനത്തിരുന്ന അവർക്ക് ഒന്നും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിൽ റേസിൽ ഒന്നും കൂടി അടുപ്പിക്കായിരുന്നു. അതൊരു ക്ലോസ് റേഞ്ചിൽ കൊണ്ടുവരുന്നു. അത് അവർക്ക് ആ സാധ്യത നഷ്ടപ്പെടുത്തി. അപ്പം എന്തായി, 3ാം സ്ഥാനത്തുള്ള ഉനായ് എമറിയുടെ വില്ലയും 4ാം സ്ഥാനത്തുള്ള യുണൈറ്റഡ് തമ്മിലുള്ള വ്യത്യാസം കൂടി 5 പോയിന്റായി. 5 പോയിന്റ്. അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ? ഒരു 3ാം സ്ഥാനം കുറച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡിനെ എടുക്കല്ലേ.
ടൈറ്റിൽ റേസിന് എന്തായാലും യുണൈറ്റഡ് ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളത് പിന്നത്തെ കാര്യമാണ്. എനിവേ 3-ാം സ്ഥാനത്തിന് വേണമെങ്കിൽ ഇപ്പോൾ ഒരു കളി കളിക്കാം, അതിനുള്ളൊരു വകുപ്പ് വരുന്നുണ്ട്. എനിവേ കൂടുതൽ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. കാരിക്ക് വന്നു 3 കളി പരിശീലിപ്പിച്ച് 3 കളി ജയിച്ചു. അതിൽ ഫെർഗ്യൂ എറ എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കില്ല എന്നുള്ള മെൻറ്റാലിറ്റിയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുള്ളത്. എനിവേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിലപ്പെട്ട വിജയവും 3 പോയിന്റും കരസ്ഥമാക്കി.